ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. രാവിലെ തന്നെ മോളെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് ഞാൻ വീണ്ടും കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇറച്ചിയോ മീനോ മുട്ടയൊന്നും കൊടുത്താൽ അവർക്ക് ഇഷ്ടമില്ല, അവർ കൊണ്ടുപോകില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉപ്പേരി ഐറ്റംസ്, ഒന്നാമത് ബീട്രൂട്ടല്ല സോറി, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ വെണ്ടക്ക, സോയാബീൻ, ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അത് മാത്രം കൊടുത്താലും അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കിച്ചണിലാവണ സമയത്താണ് എന്താണ് വീട്ടിലുള്ളത് അത് അവർ കഴിക്കണ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും. എല്ലാം ആണല്ലോ നമ്മളെ മക്കൾ കഴിക്കുക, എല്ലാം വേണ്ട നമ്മളെ ശരീരത്തിന്. അപ്പോൾ അതൊക്കെ നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വെള്ളത്തിൽ ഒരു കരട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടു. എന്നിട്ട് പിന്നെ പത്രിക്കുള്ള പൊടി വാട്ടി. അപ്പോൾ ഇന്ന് പത്രിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മുന്നേ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായ പത്രി കഴിക്കാനൊരു പൂതിയാണ് കേട്ടോ. നോമ്പിനൊക്കെയാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും എത്ര നേരം വൈകിയാലും പത്രി ചുട്ടെടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു മനസ്സിൽ. എനിക്ക് മറ്റെന്ത് കടികളിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം പത്തിരിനോടാണ് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പത്തിനോടുമാണ്. അതൊരു മാർഗമില്ലെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുക്കുള്ളൂ. അങ്ങനെ പത്തിരിക്കൊക്കെ പൊടി വാട്ടി ആ അടുപ്പത്ത് തന്നെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടായ കാരണം ബീട്രൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കടുവറുത്തിട്ടു. പിന്നെ അതിനടിയിൽ ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ട് നല്ലോണം വേവേറുന്നത് ശ്രദ്ധിക്കണം. വേവേറി കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റില്ല. അപ്പോൾ അതും ഞാൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് അടുപ്പത്ത് തന്നെ ഇടയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഞാൻ സോയാബീൻ മസാലക്കറിയിൽ കുറച്ച് മല്ലിൻ്റെ ഇലയൊക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി. പിന്നെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിയാവുന്നതിനനുസരിച്ച് കഴിക്കാമല്ലോ. അങ്ങനെ ബീട്രൂട്ടൊക്കെ ഞാൻ അടുപ്പിൽ സിമ്മിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈ പത്തിരിൻ്റെ പൊടി നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട്, ഈ ഒരു കുഴച്ചെടുക്കലാണ് നമ്മളെ പത്തിരി സോഫ്റ്റും ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ അതിങ്ങനെ നല്ലോണം കുഴച്ചെടുത്ത് അത് പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ പലമപ്പൊടി ഒന്നും യൂസ് ചെയ്യലില്ല. പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ട് മാക്സിമം പരത്താൻ പറ്റുന്നിടത്തോളം നല്ലോണം പരത്തിയിട്ട് പത്തിരി ചട്ടിയിലിട്ടിട്ട് ചുട്ടെടുക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഗ്യാസിലായ കാരണം പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഫ്രൈ പാൻ്റെ ചട്ടി വെച്ചിട്ട് അതിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസമാണ്. ഇനിയിപ്പോൾ മക്കൾ വന്ന് കടിയും ചായയും ചോദിച്ചാലും ചോറും കൂട്ടാനും ചോദിച്ചാലും ഒന്നൊരു പ്രശ്നമില്ല, ഒക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് റെഡിയായി കിട്ടോളം ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നെപ്പോലത്തെ എല്ലാ വീട്ടമ്മമാരെയും അവസ്ഥ ഒരു വീട്ടമ്മക്ക് ഇതുതന്നെ ആവും. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടെടുത്ത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മസാലക്കറിക്കൊക്കെ നല്ല ടേസ്റ്റുള്ള പത്തിരി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചുട്ടെടുക്കുന്ന ഇടയിൽ പിന്നെ മോള് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് പത്തിരിയും കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടെടുത്ത് പിന്നെ ഞാനും മോനും കൂടിയൊക്കെ കഴിച്ചു. മോളും മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് കൂന്തലുണ്ടായിരുന്നു കേട്ടോ, മോന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അത് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ മോളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ കൂന്തലൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് അതൊക്കെ വൃത്തിയാക്കി നല്ലോണം കഴുകിയെടുത്ത് മസാല പുരട്ടി വെച്ചു. നമ്മൾ സാധാരണ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മസാലയാണ് കേട്ടോ. അത് ഒന്ന് പുരട്ടിയെടുത്തിട്ട് ഒരു പത്തിരി ചുട്ടെടുത്ത അതേ ഫ്രൈ പാനൊക്കെ തന്നെ ഞാൻ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മസാല പുരട്ടിയത് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഈ ഒരു കൂന്തളിൽ നല്ലോണം വെള്ളം വരുമല്ലോ. അപ്പോൾ ആ വെള്ളം വന്നതിൽ കിടന്നിട്ട് ആ ഒരു കൂന്തൾ ഇങ്ങനെ വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലോണം വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം ഊറ്റിപ്പോവാൻ സമയം ഉണ്ടെങ്കിൽ അതിന് ശേഷമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചട്ടിയിലിട്ട് കൊടുത്തു. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ കൂന്തൽ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കൂല അതേ സെയിമാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സവാള, പച്ചമുളക് അതൊന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് നല്ലോണം അതൊന്ന് വന്നാൽ പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, ഗരം മസാല വേണമെന്നില്ല. ഗരം മസാല അത്ര ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കൂന്തളിലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയും കുറച്ച് പെരിഞ്ചീരകം കൂടെ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് കൊടുത്ത് അതിൽ നിന്ന് ആ ഒരു വെള്ളം നല്ലോണം അബ്സോർവ് ആയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ ഞാനെടുത്ത് വെച്ചല്ലോ കുറച്ച് കൂന്തൾ, അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ വെള്ളം പാകം നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് നല്ല കുറച്ച് വെള്ളം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാൻ എനിക്ക് വെള്ളം അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം
വാരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തന്നെ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിനില, മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കൂന്തൽ ഫ്രൈ ആണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ പത്തിരിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.